February 1, 2024 ഷിഫ്റ്റ് 1-ലെ 10ാമത്തെ ചോദ്യമാണ് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മൂവിങ് ചാർജസ്. ഇത് നമുക്ക് എടുക്കാം. ചോദ്യം നമ്മുടെ ഗാൽവനോമീറ്റർ കൺവേർഷൻ തന്നെയാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ഗാൽവനോമീറ്ററിനെ ദാറ്റ് ഈസ് വോൾട്ട് മീറ്റർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ നോക്കുക. ഈ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 50 ohm and it allows maximum current of 5 milliampere. ശരി. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട് മീറ്റർ ടു മെഷർ അപ് ടു 100 volt ബൈ കണക്ടിങ് എ സീരീസ് റെസിസ്റ്റർ. നമുക്കറിയാം വോൾട്ട് മീറ്റർ കൺവേർഷന് വേണ്ടി നമ്മൾ സീരീസ് റെസിസ്റ്ററും അമ്മീറ്റർ കൺവേർഷന് പാരലൽ ഷണ്ട് റെസിസ്റ്റൻസും കണക്ട് ചെയ്യുന്നൊക്കെയായിരുന്നു പഠിച്ചത്. അപ്പം അത് തന്നെയാണ് ഇവിടെയും പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് 50 ohm ആണ്. അപ്പോൾ തന്നെ RG = 50 ohm എന്ന് എഴുതി. ഇതിലെ കറണ്ട് പോകുന്ന കറണ്ട് 5 milliampere ആണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട് മീറ്റർ ടു മെഷർ അപ് ടു 100 volt എന്നാണ്. അപ്പം ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 100 volt ആണ് മെഷർ ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. 100 volt മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സീരീസ് റെസിസ്റ്റൻസ്, എത്ര വാല്യൂ ഉള്ള സീരീസ് റെസിസ്റ്റൻസ് കൊടുത്താലായിരിക്കും, നമുക്കറിയാം ഹൈ വാല്യൂ ഇൻ സീരീസ് ആണ് വോൾട്ട് മീറ്റർ കൺവേർഷൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ബേസിക് നമ്മുടെ കിർച്ചോഫിലോ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് തിയറമാണ് ശരിക്കും. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ടോട്ടൽ വോൾട്ടേജ് V ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ബ്രാഞ്ച് വെച്ച് നോക്കി. ഇതിലെയാണ് കറണ്ട് പോവുക. സോ കറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഗാൽവനോമീറ്ററിൽ കൂടെ കറണ്ട് പോകുന്നു. ആ കറണ്ടിനെ I എന്ന് വിളിച്ചു. ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് RG എന്ന് വിളിച്ചു. I ഇൻറ്റു RG എന്ന് വിളിച്ചു. പ്ലസ് അത് മാത്രമല്ല ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഗാൽവനോമീറ്ററിൻ്റെ അക്രോസ് കറണ്ട് പോകുന്നുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. സീരീസ് കണക്ഷനാണ്. റെസിസ്റ്ററിൻ്റെ അക്രോസ് കറണ്ട് പോകുന്നുണ്ട്, ഇതിൻ്റെ അക്രോസ് അതുകൊണ്ട് തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ രണ്ട് പൊട്ടൻഷ്യൽ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യലിൽ ആ രണ്ട് കൂടെ പൊട്ടൻഷ്യലും കൂടെ കൂട്ടിയാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. അതാണ് നമ്മുടെ ബേസിക് സമ്മറി എന്ന് പറയുന്നത്. അപ്പം 100 volt കിട്ടണമെങ്കിൽ ആദ്യമേ അവിടുത്തെ ഡ്രോപ്പ് കണ്ടുപിടിക്കണം. ഗാൽവനോമീറ്ററിൻ്റെ ഡ്രോപ്പാണ് I ഇൻറ്റു RG. അടുത്ത റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള ഡ്രോപ്പാണ് I ഇൻറ്റു RS എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് എനിക്ക് RS ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് എനിക്ക് എഴുതാം I ഇൻറ്റു RS = V മൈനസ് I ഇൻറ്റു RG. RS കണ്ടുപിടിക്കാൻ I കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ V/I മൈനസ് RG എന്ന് വരും. സോ ഇവിടെ നമുക്ക് വോൾട്ടേജ് 100 തന്നിട്ടുണ്ട്. കറണ്ട് 5 milliampere ആണ്. അപ്പോൾ 10⁻³ ബൈ റെസിസ്റ്റൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റെസിസ്റ്റൻസ് എത്രയാണ്? ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. അത് 50 ആണ് തന്നിട്ടുള്ളത്. 100ൽ 5 ഇത് 20. 20ൻ്റെ കൂടെ 3 0 ആക്കണം. -50 എന്ന് വരും. 199950. ഇത്രയും വലിയ റെസിസ്റ്റൻസ് ആണ് ശരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. So answer option 3 is the right answer.